പുഷ്പേച്ചിയുടെ എന്തോ സ്പെഷ്യലാക്കുന്നുണ്ട് കേട്ടോ. മണം പിടിച്ച് വന്നതാണ് ഞാൻ. അയ്യോ എന്താന്ന് അച്ഛൻ്റെ കൈ പൊള്ളി തോന്നുന്നു. മക്രോണിയാണ് കേട്ടോ. മക്രോണി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്രോണി എങ്ങനെ ഉണ്ടാക്കും നോക്കാം നമുക്ക്. പുഷ്പേച്ചി നമ്മൾ അനുവാണ് ഇവിടെ നടക്കും. ഇളക്കാക്കി കൊടുക്ക്. ഇപ്പൊ നമ്മൾ മക്രോണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി. തക്കാളി ഒന്നും ഇതിലിട്ടിട്ട് കാണുന്നില്ല, പച്ചമുളക് ഉണ്ട്. എല്ലാം കൂടെ വഴറ്റാൻ വെച്ചിട്ട് ഒരാൾ വിളക്ക് കത്തിക്കാൻ പോയിട്ടുണ്ട്. മക്രോണി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പുഷ്പേച്ച് എങ്ങനെ ഇത് ഉണ്ടാക്കും നോക്കാം നമുക്ക്. ഇതിൽ വെളുത്തുള്ളി ഇട്ടിനാ? വെളുത്തുള്ളി, പച്ചമുളക്, സവാള, എന്താ കുഞ്ഞൂട്ടാ, ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതെങ്ങനെയാണ് മക്രോണി ആക്കുന്ന നോക്കാം. മക്രോണി എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് ഇല്ലെങ്കിൽ അറിയണ്ട. ഇതൊന്ന് നന്നായി ചാക്കിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയിലിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നേർക്കടിയിലേക്ക് കാശ്മീരി ചില്ലി, കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യും. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളം വെച്ചതാ? തിളച്ച വെള്ളം, തിളച്ച വെള്ളത്തിലിട്ട് വെച്ച മക്രോണി അതിലേക്ക് ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഉപ്പിട്ടിനാ? ഉപ്പെല്ലാം നമ്മൾ സവാള വറ്റുന്ന സമയത്ത് ഇട്ടിന്. പിന്നെ ഇതിലിട്ടിന് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിന്. ഇപ്പോൾ മക്രോണിക്ക് അത്യാവശ്യം ഉപ്പ് പിടിച്ചിട്ടുണ്ട്. കളർ കുറച്ച് കുറവാണ്. കളറുണ്ടോ? പിന്നെ അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം അല്ലേ? എടാ നമ്മളെ മക്രോണി കുരുമുളകെല്ലാം ഇട്ടിട്ടുണ്ട്. വേറെന്ത് മസാല ഇട്ടേ? മല്ലിയില ഇട്ടിട്ടുണ്ട്. കണ്ട നല്ല മണമെല്ലാം വന്നിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം റെഡിയായ മക്രോണി? ഇപ്പം ഏകദേശം മക്രോണി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കണം. ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്.
അത് അവളെ കുഞ്ഞോട്ടൻ എവിടെ എത്തി നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മക്രോണി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കി കുഞ്ഞോട്ട. നമുക്ക് ഇതിലേക്ക് മുട്ട അതിനോട് പറഞ്ഞേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അമ്മ മുട്ടയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്രോണി റെഡി ആയല്ലേ? മല്ലിച്ചപ്പലൂട്ടിനെ നമ്മളെ മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മക്രോണി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ബൈ.